ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു നിർണായകമായ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഭാവിയിൽ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന്. അദ്ദേഹം അങ്ങനെ വെറുതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. സത്യത്തിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അഥവാ പാക് അധീന കാശ്മീർ വളരെ മുമ്പേ തന്നെ നമ്മൾ പിടിച്ചെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഒരു മെല്ലെപ്പോക്ക് ആ കാര്യത്തിലുണ്ട്. കാരണം ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് ഈ ഇന്ത്യക്കെതിരും പാകിസ്ഥാന് അനുകൂലവുമാണ്. കുറച്ച് പേരൊക്കെ ഇന്ത്യക്ക് അനുകൂലമാണ്. അവർക്ക് തുടക്കത്തിലൊക്കെ വളരെ കൃത്യമായിരുന്നു അവർ ഇന്ത്യക്കെതിരാണ്, പാകിസ്ഥാൻ അനുകൂലം. അപ്പോൾ കാശ്മീരിനെ കൂടെ ഇവിടുന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോയി പാകിസ്ഥാനിൽ ലയിപ്പിക്കണം എന്നൊരു ഒരു താല്പര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യമാണ് അവർക്കുണ്ടായിരുന്നത്. അത് നടക്കില്ല എന്ന് മനസ്സിലായി. എന്ന് മാത്രമല്ല, വർഷങ്ങൾ ഇത്രയുമായിട്ട് ഇത് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലം തൊട്ട് നമ്മൾ ഈ കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ, ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന ആ കാലം മുതൽ ഇതിങ്ങനെയാണ് അവസ്ഥ. ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു ഭൂവിഭാഗം പ്രത്യേകം നിൽക്കണം. നമ്മൾ ഭൂപടമൊക്കെ വരയ്ക്കുമ്പം അത് ഉൾപ്പെടുത്തിയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും അത് വാസ്തവത്തിൽ ഇന്ത്യയുടെ കൈവശമില്ല. എന്നാൽ പാകിസ്ഥാൻ്റെ കൈവശമാണോ എന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായിട്ടല്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്താണ് ഈ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാൻ, അത് പ്രത്യേകിച്ചും 1972 ശേഷം 72-ലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് അവർ ഈ നിഴൽ യുദ്ധം ആരംഭിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിരവധി ഭീകര ക്യാമ്പുകൾ അവർ ആരംഭിക്കുകയും ചെയ്തു. 1980ഓടുകൂടി 80കളുടെ ആദ്യ പകുതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് കാശ്മീരിൽ ഈ ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം, വികാരം അതിശക്തമായിട്ട് ജനങ്ങളുടെ ഇടയിൽ കുത്തിവെക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു. അങ്ങനൊരു വിഷം അവർ ജനങ്ങളുടെ ഇടയിൽ മതം ഉപയോഗിച്ച് കുത്തിവെച്ചു. അങ്ങനെ ഈ കാശ്മീരിൽ നിന്നുള്ള യുവാക്കൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ പോവുകയും അവിടെ ഭീകര പരിശീലനം നേടുകയും മടങ്ങി വന്ന് കാശ്മീരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. 89-ൽ നമ്മളത് കണ്ടതാണ്. 89 തൊട്ടാണ് അവിടെ ഈ പണ്ഡിറ്റുകൾക്ക് കാശ്മീരിൽ കഴിയാൻ സാധിക്കാതെ വരികയും അവർ കാശ്മീർ വിട്ടോടി, കാശ്മീർ താഴ്വര വിട്ടോടി ജമ്മുവിലും ഡൽഹിയിലും വന്ന് വലിയ മൈതാനങ്ങളിൽ അഭയാർത്ഥികളെ പോലെ ടെൻ്റടിച്ച് കഴിയേണ്ടി വരികയും ചെയ്തത് അന്ന് മുതൽക്കാണ്. എന്തായാലും ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഭീകര ക്യാമ്പുകൾ ഉണ്ട് എന്നുള്ളത് പല ആവർത്തി നമുക്കും ലോകത്തിനും അറിയുന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ ഈ കാര്യത്തിൽ കൈകഴുകും. അയ്യോ, അത് ഞങ്ങളുടേതല്ല, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും. അതിനിടയിലാണ് ഒരു 2 ദിവസം മുൻപ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. മോദിയുടെ പ്രസംഗത്തിൽ തന്നെ വ്യക്തമായി പറയുന്നു അത് നെഹ്റുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പിഴവാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണല്ലോ. അതെ, തീർച്ചയായിട്ടും അന്ന് നെഹ്റു അല്ല പട്ടേലാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ഈ തലവേദന ഇന്ന് നമുക്കുണ്ടാകില്ലായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വളരെ ശരിയാണ്. എന്ന് മാത്രമല്ല, ഈ പറയുന്നത് പോലെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചൊരു സംസാരം വന്നാൽ പാകിസ്ഥാൻ കൈകഴുകും. അവർ പറയും അത് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതല്ല, അത് ഇന്ത്യയുടെയും നിയന്ത്രണത്തിലുള്ളതല്ല. അവർ കാശ്മീരികൾ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിൽ തുടരുന്ന കാശ്മീരികളുടെ കയ്യിലിരിക്കുന്ന പ്രദേശമാണ്. അവർ അവിടെ വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവർക്ക് കാശ്മീരിനെ മോചിപ്പിച്ച് ഒന്നുകിൽ അവർ പാകിസ്ഥാൻ്റെ കൂടെ ചേരും, അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമാകും എന്നൊക്കെയാണ് തരാതരം പോലെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറി പാകിസ്ഥാൻ നിലപാടെടുക്കുന്നത്. ഇത് നമുക്കും അറിയാം, ലോകത്തിലെല്ലാം മിക്കവാറും വൻ രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ അറിയാം. പക്ഷേ ഈ കാര്യത്തിൽ ആരാണ് ഒരു കർശനമായ ഒരു നിലപാടെടുക്കേണ്ടത്? ഇത് ഇന്ത്യയാണ് എടുക്കേണ്ടത്. വളരെ കൃത്യമായിട്ട് അത് ആക്രമിച്ച് കീഴടക്കി ആ പ്രദേശം ഇന്ത്യയുടെ കൂടെ ചേർത്ത് ലൈൻ ഓഫ് കൺട്രോൾ അവിടെ ഉണ്ടാക്കി അവിടെ നിയമവാഴ്ച ഉറപ്പുവരുത്തണം. ഇപ്പോൾ അവിടെ ആരാണ് അവിടെ നിയമവാഴ്ച നടപ്പാക്കേണ്ടത്? ഇന്ത്യയാണോ പാകിസ്ഥാനാണോ? എവിടെയാണ് വോട്ട് ചെയ്യുന്നത്? അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷനിലാണോ വോട്ട് ചെയ്യേണ്ടത്? പാകിസ്ഥാനിൽ നടക്കുന്ന ഇലക്ഷനിലാണോ വോട്ട് ചെയ്യേണ്ടത്? ഇതിനൊന്നും ഒരു തീരുമാനവുമില്ല. ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം ഫലത്തിൽ പാകിസ്ഥാൻ്റെ കയ്യിലാണ്. പക്ഷേ അവർക്ക് എന്നാൽ പാക് പൗരന്മാരാണോ? പാകിസ്ഥാനിൽ നിന്ന് അതിനുള്ള സംരക്ഷണം അവർക്ക് കിട്ടുന്നുണ്ടോ? അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഇതൊന്നും ഇല്ല. ഇന്ത്യയുടെ ഭാഗത്താണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. അങ്ങനത്തെ ഒരു
ഒരു ഒരു ഈ ഒരു വല്ലാത്ത അവസ്ഥയും ഒരു വലിയ അനിശ്ചിതത്വം അതിനകത്തുണ്ട്. അപ്പോൾ ഇന്ത്യ സത്യത്തിൽ ചെയ്യേണ്ടത് ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ മുഴുവനും പിടിച്ചെടുക്കുകയാണ്. പക്ഷെ അതിനൊരു വലിയ വെല്ലുവിളി, അവിടെ ഏതാണ്ട് നല്ലൊരു സംഖ്യ ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പോൾ ഇവരെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഈ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന നില വലിയ തോതിൽ ബാധിക്കും. അവർ എങ്ങനെയൊക്കെ പെരുമാറും? കാരണം കൃത്യമായിട്ട് ഭീകര പരിശീലനം കിട്ടിയ ധാരാളം ആൾക്കാർ അവിടെയുണ്ട്. ഈ ഭീകരവാദ ക്യാമ്പുകൾ അവിടെയുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം മദ്രസകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പലപ്പോഴും ആക്രമിച്ച് തകർക്കുന്നത്. ഉറി നമ്മൾ കണ്ടു, അതുപോലെ ബലാക്കോട്ടിൽ നമ്മൾ കണ്ടു, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിലും നമ്മളത് കണ്ടു. ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പുറത്ത് മദ്രസ എന്നുള്ള നിലയ്ക്കാണത് പ്രവർത്തിക്കുന്നത്. ഈ തരം പരിശീലന കേന്ദ്രങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ തകർത്തിട്ടുണ്ട് 2014 ശേഷം. 2014 വരെ ഇവയെ വളർന്ന് പന്തലിക്കാൻ അവസരം കൊടുത്തു. അതാണ് സത്യം. ഈ 1980-കൾ മുതൽ 2014 വരെ ഈ നീണ്ട 34 വർഷം കൊണ്ട് അവർ ചെയ്യാവുന്ന എല്ലാ കുഴപ്പങ്ങളും അവിടെ ഉണ്ടാക്കി. ആ ജനതയെ അടിമുടി ഇന്ത്യ വിരുദ്ധരാക്കി മാറ്റി. അപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ള ഊണിലും ഉറക്കത്തിലും ഇന്ത്യക്കെതിരെ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ വേണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. അത് കൊണ്ടുവരുമ്പോൾ ഈ പറയുന്നത് പോലെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് കാശ്മീരിനെ മാറ്റിയെടുക്കണം. ആണല്ലോ കാശ്മീരിന് ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതോടുകൂടി കാശ്മീർ ഇന്ത്യൻ യൂണിയൻ്റെ പരിപൂർണമായി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി. മറ്റത് നമുക്ക് അവിടെ ചില കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഈ പറഞ്ഞതുപോലെ അല്ല, അതോടൊപ്പം തന്നെ മറ്റൊരു വിമർശനം ഉണ്ടായത് കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഇന്ത്യക്ക് വളരെ എളുപ്പം തന്നെ ആ പ്രദേശം പിടിച്ചെടുക്കാമായിരുന്നു. പക്ഷെ കേന്ദ്ര സർക്കാരിന് അതിന് തയ്യാറായില്ല എന്ന വിമർശനം ഉണ്ടാകുന്നല്ലോ. ആ വിമർശനത്തിന് യാതൊരു അർത്ഥവുമില്ല, അടിസ്ഥാനവുമില്ല. കാരണം അത് പിടിച്ചെടുക്കാൻ ഒരു പോലീസ് ആക്ഷൻ മതി, പട്ടാളമൊന്നും വേണ്ട. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു CRPFൻ്റെ റെജിമെൻറ്റോ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നത് പോലെ കാശ്മീർ പോലീസോ പഞ്ചാബ് പോലീസോ ഒക്കെ വിചാരിച്ചാൽ തന്നെ അത് പിടിച്ചെടുക്കാം. പക്ഷേ ഈ പിടിച്ചെടുക്കുന്നതിനെ നമ്മൾ എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് നിസ്സാരമല്ല, എളുപ്പമാണ്. അത് മനുഷ്യരാണ്. അവരെ കൈകാര്യം ചെയ്യേണ്ടത് തികച്ചും സമാധാനപരമായി. കുഴപ്പക്കാരായ കുറച്ചുപേരെ നമുക്ക് പിടിച്ച് ജയിലിലിടാം, ചില നേതാക്കളെയൊക്കെ പിടിച്ചിടാം. പക്ഷേ ഈ പറയുന്ന മുഴുവൻ ആൾക്കാരെയും ആ തരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ജയിലുകൾ കുത്തി നിറയ്ക്കണോ? മനുഷ്യാവകാശ ലംഘനം നടക്കണോ? സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്നത് പോലെ സൈന്യവും പോലീസും ഇടപെടുമ്പോൾ ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയും ആ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോലീസ് ആക്ട് അല്ലെങ്കിൽ ആർമി ആക്ട് അവിടെ ഏർപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ അനേകം ആൾക്കാർ അവിടെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തിൻ്റെ യശസ്, ഭാരതത്തിൻ്റെ ഈ വലിയൊരു മാനുഷികമായ ഒരു പരിഗണന കൊടുക്കുന്ന നമ്മുടെ ഒരു പാരമ്പര്യമുണ്ടല്ലോ, അതിനൊക്കെ ദോഷമായിട്ട് മാറും. ഇത് ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാനാണ് പാകിസ്ഥാനും ആഗ്രഹിക്കുന്നത്. കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യൻ സർക്കാർ കൊന്നു തള്ളുന്നു എന്ന് ലോകത്തിൻ്റെ മുന്നിൽ പറയിപ്പിക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അത് വളരെ സമർത്ഥമായിട്ട് തന്ത്രപരമായിട്ടേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ നിരവധി പടികൾ നമ്മൾ കടന്നു ചെന്നു. ഇപ്പോൾ കാശ്മീരിൽ 370 എടുത്ത് കളഞ്ഞു. കാശ്മീരിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാരുണ്ട്. വളരെ കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നു. ഭീകരാക്രമണങ്ങളൊക്കെ നടന്നു, നമ്മളതിന് മറുപടി കൊടുത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ജനാധിപത്യ സംവിധാനം കാശ്മീരിൽ ഇന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ചുവട് പിടിച്ച് വേണം നമുക്ക് അങ്ങോട്ടേക്കും പോകാൻ. നമ്മൾ 370 റദ്ദാക്കിയപ്പോൾ ഇപ്പോൾ ഇന്ത്യ കത്തും എന്നൊക്കെയാണല്ലോ പ്രതിപക്ഷം പറഞ്ഞത്. ഒരു തീപ്പട്ടിക്കൊള്ളി പോലും ആരും അരച്ചില്ല. ഇന്ത്യ ഒരിടത്തും കത്തിയില്ല. കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് അധ്വാനിച്ച് ജീവിക്കുന്നു. മറ്റേത് പാകിസ്ഥാനിൽ അച്ചടിച്ച നോട്ടും വാങ്ങി ഇന്ത്യൻ സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞ് ജീവൻ കയ്യിൽ പിടിച്ച് കല്ലെറിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നവർ ഇന്ന് ആ തൊഴിലൊക്കെ വിട്ടിട്ട് മാനം മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്നു. ഇന്ന് അവിടെ ടൂറിസം ഒരു വലിയ വരുമാന മാർഗമായി കഴിഞ്ഞു. അതിനെ തകർക്കാനാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ചെയ്തത്. പക്ഷേ കാശ്മീരികൾ സമാധാനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് 2020-ലാണല്ലോ ഇത് 370 എടുത്ത് കളയുന്നത്. അന്ന് തൊട്ട് ഈ 2025 വരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാശ്മീർ പോവുകയായിരുന്നു. ഭീകരാക്രമണമൊക്കെ പല സ്ഥലത്തും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ വളരെ കർശനമായി സുരക്ഷയൊരുക്കി ഇത്രയൊക്കെ കൊണ്ടുപോയി. ഇനി പതുക്കെ കാലം കൊണ്ട് മാത്രമേ നമുക്ക് കാശ്മീരികളെ നമ്മുടെ ഇത് പറഞ്ഞു മനസ്സിലാക്കി
ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരാക്കി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഈ പറയുന്നത് പോലെ ബുള്ളറ്റ് കൊണ്ടല്ല അത് ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് വളരെ സമർത്ഥമായിട്ട് അവർക്ക് തൊഴിൽ കൊടുത്തും അവരെ പുനരധിവസിപ്പിച്ചും വരുന്ന തലമുറകളെ നല്ല വിദ്യാഭ്യാസം ഈ സർക്കാർ ബുള്ളറ്റ് പ്രയോഗിക്കേണ്ട ഇടത്ത് ബുള്ളറ്റ് പ്രയോഗിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ എല്ലാം കാലത്തുണ്ടല്ലോ വിഘടനവാദി നേതാക്കളുമായി ചർച്ചയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു ചർച്ചയുമില്ല. അവരെ കൃത്യമായിട്ട് പൂട്ടി അകത്തിടുന്നു, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്നു, തൂക്കിലേറ്റേണ്ടവരെ തൂക്കിലേറ്റുന്നു. അതൊക്കെ കോടതി നടപടി അനുസരിച്ച് നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതൊരു സ്ട്രാറ്റജിയാണ്. ഈ തന്ത്രം വിജയിക്കും, ഒരല്പകാലം എടുത്തേക്കും. പക്ഷേ എന്നേക്കുമായിട്ട് ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ POK എന്ന് പറയുന്ന തലവേദന ഇന്ത്യ ഗവൺമെൻറ് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്കൊപ്പം ചേരും. എന്ന് ചേരും എന്ന് നമുക്ക് ഇന്ന് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കരുത്ത് ഇന്ത്യ ഗവൺമെൻറ്റിനും നമ്മുടെ സൈന്യത്തിനും ഉണ്ട്. പക്ഷേ അങ്ങനെ പിടിച്ചെടുക്കുന്ന സാധനം നിലനിർത്തുന്നതിലാണ് നമ്മുടെ മിടുക്ക്. അങ്ങനെ നിലനിർത്താൻ നമ്മൾ സജ്ജരായിരിക്കണം. അതിനുള്ള സന്നാഹങ്ങൾ നമ്മുടെ കൈവശം വേണം. അത് നമ്മൾ ജനങ്ങളെയാണ്, അവിടുത്തെ മനുഷ്യരെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ സാവധാനം. ഇപ്പോൾ ആ പ്രദേശത്തൊക്കെ വലിയ പട്ടിണിയാണ്. പണം ഇല്ല, ആഹാര സാധനങ്ങളില്ല, മരുന്നില്ല, അങ്ങനെ വലിയ വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഉള്ള വിരോധം മാറ്റിവെച്ച് ഇന്ത്യയോട് ചേരാൻ അവർ നിർബന്ധിതരാകും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവരെ അതിലേക്ക് നയിക്കും. അതുതന്നെയാണ് ഇന്ത്യ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബുള്ളറ്റ് കൊണ്ട് നേടാൻ പറ്റാത്തത് ബുദ്ധി കൊണ്ട് നേടുക എന്ന തന്ത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികം അകലെയല്ലാതെ, അധികം കാലവിളംബമില്ലാതെ POK ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി തീരുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിഞ്ഞേക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.